ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് ബോക്സ് പ്ലീറ്റുള്ള ഒരു സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ബോക്സ് പ്ലീറ്റ് നമുക്ക് ഗൗണിനും ഫ്രോക്കിനും എല്ലാം വരുന്നതാണ്. അതുകൊണ്ട് ഈ മെത്തേഡ് അതിനായിട്ട് 1 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മതി. ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് ഉള്ള ഒരു സ്കേർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 8 വയസ്സുള്ള കുട്ടിക്കുള്ള സ്കേർട്ടാണ്. ഇതുപോലെ ഞാൻ മടക്കി ഇട്ടിരിക്കുകയാണ്. നമുക്ക് 19 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അതുകൊണ്ട് കറക്റ്റ് 19 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല. കാരണം പടി എടുക്കണം. ഇതുപോലെ പടി ഇതിന് വരുന്നുണ്ട്. ഒരു 7 ഇഞ്ച് ഇതുപോലെ സൈഡിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. 3 ഇഞ്ച് വീതിയുള്ള പടി വയ്ക്കാനാണ് കേട്ടോ നമ്മൾ 7 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡും തയ്യൽ തുമ്പ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തയ്യൽ തുമ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇത് കണ്ടോ വീതി കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വീതിയായിട്ട് തോന്നും. പക്ഷേ ഇത് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ചൊക്കെ വരുള്ളൂ. ഇതുപോലെ 7 ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ കിട്ടണമെന്നില്ല കേട്ടോ. ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ഗൗണും ഫ്രോക്കും മാത്രമല്ല കേട്ടോ, പുതിയ മോഡൽ ടോപ്പിനെല്ലാം ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ഉള്ളതാണ് വരണത്. അത് എല്ലാം ഇത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും, ഇതേ ബോക്സ് പ്ലീറ്റ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പടി വയ്ക്കാനുള്ള പീസിൻ്റെ നീളമായിട്ട് വരുന്നത് നമ്മുടെ വണ്ണം എടുക്കുക. വണ്ണത്തിനോട് കൂടി 5 ഇഞ്ച് കൂടുതൽ ഇടുക. കാരണം അത് നമുക്ക് ലൂസിന് വേണ്ടിയും ഇത് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയും. ഞാനെടുക്കുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സൂട്ട് ആവണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് വണ്ണം എടുക്കേണ്ടത്. ഇതിങ്ങനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് ഇത് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് തയ്യൽ തുമ്പ് അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുത്താലും മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് ഇടുന്നതെന്ന് നോക്കാം. ഇത് 2 പീസായിട്ട് ഇങ്ങനെ നീളത്തിനിട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 19 ഇഞ്ച് നമ്മുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ചുളികളൊന്നും ഇല്ലാതെ നേരെ ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇടാനായിട്ട് ആദ്യം നമ്മൾ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. വീണ്ടും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ആ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മടക്കി അടിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. മനസ്സിലായല്ലോ? ആ മടക്കി വെച്ച ഭാഗം വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് വീണ്ടും 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. കണ്ടോ, 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ടും മടക്കി അങ്ങോട്ടും മടക്കുമ്പോഴാണ് ബോക്സ് പ്ലീറ്റ് കറക്റ്റായിട്ട് വരുന്നത്. അത് ഒരേ അളവിലായിരിക്കും ടേപ്പ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ വരച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ 3 ഇഞ്ച് വീതിയിലുള്ള ഒരേ അളവിലുള്ള പ്ലീറ്റ്സുകളാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. ഇതേ രീതിയിൽ ഞാൻ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ട് പോർഷൻ ഞാനിവിടെ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇതേ രീതിയിലൊന്ന് പിടിച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെയൊന്ന് മടക്കി ഇങ്ങനെ ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നൂലൊക്കെ പൊങ്ങി വരുന്നത് ശരിയായിട്ട് ഇരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ലോക്ക് ചെയ്താലും മതി, ഇൻ്റർലോക്ക് ചെയ്താലും മതി. ഇനി ഈ സൈഡ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. 2 സൈഡുകളും ഇതിനൊരു ചെറിയ ഓപ്പൺ വരുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ സിബ്ബൊക്കെ വെച്ച് കൊടുക്കാം.
ഇതേ രീതിയിലൊന്ന് മടക്കി അടിച്ചു. ഇനി അപ്പുറത്തെ സൈഡും 2 സൈഡുകളും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് തുണി മടങ്ങി വരേണ്ട രീതിയിലാണ് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇതുപോലെ മടക്കി ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കി, തേര് ഭാഗമായതുകൊണ്ട് ഒന്ന് മടക്കിയാൽ മതി. തേര് ഭാഗമാണെങ്കിൽ പിന്നെ നൂലൊന്നും അങ്ങനെ പൊങ്ങി വരില്ലല്ലോ. ഇതേ രീതിയിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് സിബ് വയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. കുഞ്ഞു കുട്ടികളാവുമ്പോൾ ഓപ്പണൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു സിബ് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള സിബിൻ്റെ അളവ് ചെറിയൊരു ഓപ്പൺ കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെറിയൊരു സിബ് എടുത്തിട്ട് നമുക്ക് അതിനുള്ള ഓപ്പണാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയല്ലേ നമുക്ക് സിബ് വരേണ്ടത്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വലിക്കുന്ന ഭാഗം അത് നമ്മൾ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നുള്ളൂവെങ്കിലും നിങ്ങളെല്ലാവരും 2 സ്റ്റിച്ച് 3 സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് എന്താണെങ്കിലും നിർബന്ധമാണ് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം എടുത്ത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ കറക്റ്റായിട്ട് ആ സിബ് കവർ ചെയ്ത് നിൽക്കാൻ രീതിയിൽ, സിബ് ഇങ്ങനെ മുകളിലേക്കും കുറച്ച് ഭാഗം വേണം കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യണം. കാണാത്ത രീതിയിൽ ഇൻവിസിബിളായിട്ട് ചെയ്യണം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സിബ് നമ്മൾ സ്റ്റിച്ചൊന്നും കയറി പിടിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് ഇതേപോലെ കാണാത്ത രീതിയിൽ, അതായത് സിബ് പുറമേക്ക് കാണാത്ത രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം, താഴേക്കുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബ് തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പടി അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ആ സിബ് അടയ്ക്കാവുള്ളൂ കേട്ടോ. കാരണം അത് ഊരിപ്പോയാൽ പിന്നെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്ക് പടി അടിക്കാം. പടി അടിക്കാനായിട്ട് ഇത് കണ്ടോ, നമ്മളെടുത്ത പീസ് കുറച്ചിങ്ങോട്ട് തള്ളി വെക്കണം. ഇത് മടക്കി വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതേ രീതിയിൽ നീക്കി വെച്ചിട്ടാണ് ഉൾഭാഗത്ത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല ഭാഗത്തല്ല, ഉൾഭാഗത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പടി വയ്ക്കാനായിട്ട് ഉൾഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും കുറച്ച് നീളം കൂടുതൽ വേണം സ്കേർട്ടിൻ്റെ പടി മടക്കി അടിക്കാൻ കേട്ടോ. ഇതേ രീതിയിൽ ഇനി ഒന്നുകൂടി മടക്കി, ഇത് കണ്ടോ, ആ സൈഡൊന്ന് മടക്കി വെച്ചത് കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇതേ രീതിയിൽ ഒന്നുകൂടി കാണിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് മടക്കി രണ്ടാമത് ഒന്നും കൂടി മടക്കിയാണ് ഇങ്ങനെയാണ് പടി അടിക്കേണ്ടത്. കാരണം ഇത് കണ്ടോ, നല്ല ഭാഗമാണ്. ഇത് നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്യണം. ഇങ്ങനെയൊന്ന് മടക്കിയിട്ട്, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് മടക്കി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരേ ലെവലിൽ നമ്മൾ പടി അടിക്കാം. കാരണം പടി ഒരേ വീതിയിലായിരിക്കണം. പല രീതിയിലായിപ്പോയാൽ നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗം വരുമ്പോൾ നമുക്കിങ്ങനെയൊന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബോക്സ് പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, പടിയെല്ലാം കറക്റ്റായിട്ട്, പടിയുടെ ഭാഗത്ത് 2 സ്റ്റിച്ച് 3 സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇതേ രീതി ഇങ്ങനെ ഒന്ന് അടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊരു ബലത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. കാണാൻ ഭംഗിയുണ്ടാവും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഹുക്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ കൊളുത്ത് വയ്ക്കാനുള്ളത് ഹുക്ക്, പിന്നെ കൊളുത്താനുള്ള ഇതെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. സിബ് വെച്ചെന്ന് വിചാരിച്ച് നമ്മൾ
അടിയിൽ കൊളുത്ത് ഐ ബട്ടൺ എല്ലാം വയ്ക്കും. ഇനിയാണ് സിബൊന്ന് അടച്ച് നോക്കേണ്ടത്. പടിയൊക്കെ വെച്ചു. ഇനി അത് ഊരി പോകത്തില്ല. ഇനി കൊളുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് ഫിനിഷിംഗ് ബോക്സ് പ്ലീറ്റ്. ഇനി ഇതൊന്ന് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച്